അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി വിധി വരുമ്പോൾ അതിലെ വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണം നോക്കാം. അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യത്തെ സ്വാഗതം ചെയ്യുകയാണ് എല്ലാ നേതാക്കളും. കേന്ദ്ര സർക്കാരിന്റെയും ഇഡിയുടെയും മുഖത്തേറ്റ കനത്താടിയെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു. വിധി കേന്ദ്ര സർക്കാരിന്റെയും ബിജെപിയുടെയും ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി പ്രതികരിച്ചു. ദില്ലി ജനതയുടെ വിജയമെന്നായിരുന്നു മന്ത്രി അതിഷി മർലേനയുടെ പ്രതികരണം. കെജ്രിവാളിന് പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ തടസ്സമില്ലെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകനും പറഞ്ഞു. In that oral order, the court indicated that they are granting interim release/bail to Mr. Arvind Kejriwal, and that order of interim release will be operable up till 2nd of June, that is during the election process, and there is no restriction on his campaigning as to what he can say, what he cannot say while he is out in these 22 days. Any further aspect we'll have to see the order and then only comment. इस फैसले से सत्य की विजय हुई है, इस फैसले से लोकतंत्र की विजय हुई है, इस फैसले से देश के संविधान की विजय हुई है। हमारे देश के इतिहास में जब जब संविधान खतरे में आया है, जब जब लोकतंत्र खतरे में आया है, तो हमारे देश में सुप्रीम कोर्ट सामने आया है और लोकतंत्र की रक्षा करने में सुप्रीम कोर्ट ने एक बहुत बड़ी भूमिका निभाई है. കേന്ദ്ര സർക്കാർ സർവ്വസന്നാഹങ്ങളും നടത്തി അവർക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ സുപ്രീം കോടതിയിൽ ചെയ്തിട്ടും കേജ്രിവാളിന് ഇടക്കാല ജാമ്യം ഞാൻ മനസ്സിലാക്കുന്നത് 1-ാം തീയതി വരെ, ജൂൺ 1 വരെ ലഭിച്ചു എന്ന് പറയുന്നത് ബിജെപിക്ക് ഏറ്റ വലിയൊരു തിരിച്ചടിയും ആഘാതവുമാണ്. യഥാർത്ഥത്തില് ബിജെപി ഇതുപോലെ ഒരു ജാമ്യാപേക്ഷ ചരിത്രത്തിൽ എതിർത്തിട്ടില്ല. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസവും കൂടി കൊണ്ടുപോയിട്ടൊരു അഫിഡവിറ്റ്, ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതി കൊടുത്തു. ഇത് കേന്ദ്ര സർക്കാരിന്റെ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും അമിതാധികാര പ്രവണതയ്ക്കുമേറ്റ വലിയൊരു തിരിച്ചടിയാണ്. हम सुप्रीम कोर्ट का इस फैसला का तहे दिल से स्वागत करते हैं और आज सुप्रीम कोर्ट का ये फैसला का ईडी और सेंट्रल गवर्नमेंट के मुंह पर ऐसे थप्पड़ लगा क्योंकि सेंट्रल गवर्नमेंट ने पूरे तौर पर ईडी को एक पॉलिटिकल एजेंसी के रूप में, एक पॉलिटिकल अंग के रूप में इस्तेमाल किया ऑपोजिशन पार्टीज के खिलाफ.